സ്കാലപ്ഡ് ടങ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് കമന്റ് സെക്ഷനിൽ വന്നതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് സ്കാലപ്ഡ് ടങ്, എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു, എപ്പോൾ ഇതിന് ചികിത്സ എടുക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ? ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. എന്താണ് സ്കാലപ്ഡ് ടങ്? സാധാരണ നമ്മൾ നാവ് ഒന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ നാവിൻ്റെ അറ്റം വളരെ സ്മൂത്താണ്, റൗണ്ടഡ് ആണ്, അവിടെ പ്രത്യേകിച്ച് ഷേപ്പിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ സ്കാലപ്ഡ് ടങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ അറ്റത്ത് സ്കാലപ്പിംഗ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നാവിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആ ഒരു ഷേപ്പിൽ വേവി ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടാവും. ഇതിനെ ക്രെനേറ്റഡ് ടങ്, അതല്ലെങ്കിൽ മെഡിക്കൽ ഭാഷയിൽ ലിംഗ്വ ഇൻഡൻറ്റേറ്റ എന്നൊക്കെ പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്കാലപ്പിംഗ് പാറ്റേൺ ഉണ്ടാവുന്നത്? നമ്മുടെ വായുടെ ഉള്ളിൽ നാവ് റെസ്റ്റ് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ സാധാരണ ഈ പല്ല് വന്ന് നാവിൻ്റെ അറ്റത്ത് തട്ടില്ല. എന്നാൽ ചിലപ്പോഴൊക്കെ ചില ആളുകളിൽ നാവ് വലുതായിട്ടുണ്ടാവും, വായുടെ ഉള്ളിലെ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ നാവിൻ്റെ സൈഡിലായിട്ട് പല്ല് വന്ന് തട്ടുമ്പോഴാണ് ഈ സ്കാലപ്പിംഗ് പാറ്റേൺ ഉണ്ടാവുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം? പ്രധാനമായും നാവ് വലുതാവുന്ന ചില അവസ്ഥകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൗൺ സിൻഡ്രോം, അതുപോലെ തന്നെ അമൈലോഡോസിസ്, ഈ ഒരു അവസ്ഥയിൽ ടിഷ്യൂസ് തന്നെ വലുതായി വരുന്ന അവസ്ഥ. പിന്നെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ നാവ് വലുതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നാവ് വലുതാവുമ്പോൾ വായുടെ ഉള്ളിൽ നിൽക്കാൻ സ്ഥലമില്ല, പല്ല് നാവിൻ്റെ രണ്ട് സൈഡിലും തട്ടി ഈ സ്കാലപ്പിംഗ് പാറ്റേൺ ഉണ്ടാവാം. പിന്നെ ചിലതരം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ B12, റൈബോഫ്ലേവിൻ, നിയാസിൻ തുടങ്ങിയ വൈറ്റമിനുകളുടെ അളവ് കുറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാം. അയൺ ഡെഫിഷ്യൻസിയിലും ചിലപ്പോൾ ഈ സ്കാലപ്ഡ് അപ്പിയറൻസ് കാണാറുണ്ട്. പിന്നെയുള്ളത് വായ തുറന്നുള്ള ഉറക്കമുള്ള കൂർക്കം വലിയുള്ള ആൾക്കാരിൽ ഇത്തരം പ്രശ്നങ്ങൾ കാണാം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നാവ് പിന്നോട്ട് പോകുന്നു. നാവ് പിന്നോട്ട് പോകുമ്പോൾ തലച്ചോറിന് ശ്വാസം എടുക്കാനുള്ള എഫേർട്ട് കൂടി വരും. ഈ അവസരത്തിൽ ശരീരം സമ്മർദ്ദത്തിലാവുന്നത് കൊണ്ട് സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള അഡ്രിനാലിനും കോർട്ടിസോളും ഒക്കെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടാവുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നാവിലെ മസിൽസും ചുറ്റുമുള്ള മസിൽസൊക്കെ വളരെ ടൈറ്റ് ആക്കേണ്ടി വരുന്നു. ഈ ടൈറ്റ് ആയിട്ടുള്ള പ്രഷറാണ് പല്ലുകൾ നാവിലേൽപ്പിക്കുന്നത്. അങ്ങനെ വാ തുറന്ന് ഉറക്കമുള്ളവർക്ക്, അതായത് സ്ലീപ്പ് ആപ്നിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സ്കാലപ്ഡ് അപ്പിയറൻസ് കാണാറുണ്ട്. പിന്നെയുള്ളത് ചില ഹാബിറ്റ്സ്. ചില ആൾക്കാർ എപ്പോഴും പല്ലിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും, ബ്രക്സിസം. ഇത് സ്കാലപ്ഡ് ടങ്ങിന് ഒരു കാരണമാണ്. ചില ആളുകളുണ്ട് എപ്പോഴും നാവിങ്ങനെ പല്ലിലേക്ക് മുട്ടിച്ച് പല്ല് അവിടെ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പോലെ ഒരു ഫീലായിരിക്കും നമുക്കുണ്ടാവുക. ഇങ്ങനെയുള്ള ത്രസ്റ്റിംഗ് ഹാബിറ്റ് ഉള്ളവർക്കും നാവിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്കാലപ്പിംഗ് കാണാറുണ്ട്. മറ്റൊരു കാരണം ഈ സ്കാലപ്ഡ് അപ്പിയറൻസ് വരാനായിട്ടുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കാനും ചവയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഇരുവശത്തുമുള്ള ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ സ്കാലപ്പിംഗ് അപ്പിയറൻസ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്കാലപ്ഡ് ടങ് കാണുമ്പോൾ തിരിഞ്ഞു നോക്കി ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഇനി എപ്പോഴൊക്കെയാണ് ഇതിന് ചികിത്സ എടുക്കേണ്ടത്? ഇത് കാരണം നമുക്ക് നീറ്റലും പുകച്ചിലും ഒക്കെയുണ്ട്, വായുടെ ഉള്ളിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നു, വേദനയുണ്ട്. എന്നാൽ ഒരു ഡോക്ടറെ കണ്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കാം. ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ധാരാളം വെള്ളം കുടിച്ച് ശരീരത്തിൽ നിർജ്ജലീകരണത്തിൻ്റെ എല്ലാ സാധ്യതയും ഒഴിവാക്കുക. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ടീത്ത് ഗ്രൈൻഡിങ് ഹാബിറ്റ്സ് ഉണ്ട്. പല്ല് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താം. കൂർക്കം വലിയൊക്കെ ഉള്ളവരാണെങ്കിൽ CPAP പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശ്വാസത്തിൻ്റെ രീതിയും ഉറക്കവും ഒക്കെ ഒന്ന് ശരിയാക്കാം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. മിക്കവാറും അമിതവണ്ണമുള്ളവർക്കാണ് ഈ സ്ലീപ്പ് ആപ്നിയ കണ്ടുവരുന്നത്. വണ്ണം കുറയ്ക്കാനുള്ള മെഷേഴ്സ് എടുക്കാം, റിലാക്സേഷൻ എക്സസൈസുകൾ ചെയ്യാം. അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ പാറ്റേൺ ഒന്ന് സുഗമമാക്കി ബ്രക്സിസം പോലുള്ള പല്ല് കടിക്കുന്ന ഹാബിറ്റ്സും നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും സ്കാലപ്പിങ്ങിന് ഒരു പരിധിവരെ കുറവുണ്ടാവും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.